Respected Principal, Professor Hussain Andatani, Vice Principal Sadruddin Sir, Manager Ubaid Sir, Nisamuddin Sir, Bindu Teacher, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ക്ഷണം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇവിടെ വരാൻ. കാരണം വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിൽ അക്കാഡമിക് രംഗം വളരെയധികം വിഷമം പിടിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ കോളേജിൻ്റെ ആക്ച്വലി ഐ ഹാപ്പൻ ടു ബി ടു ടേക്ക് ചാർജ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആസ് വാസ് ഡെസ്റ്റൈൻഡ് ടു ഡ്രൈവ് ദി വീൽസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് എ ഡിഫിക്കൽട്ട് ടൈം. അതാണ് സംഭവിച്ചത്. വളരെ വിഷമം പിടിച്ചിരുന്ന കാലത്താണ് ഞാനിവിടെ ഒരു 8 വർഷം മുമ്പ് ഞാനിവിടെ വന്ന് ഉബൈദ് സാറിൻ്റെയും ഹുസൈൻ സാറിൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇവിടെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തപ്പോൾ വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. എനിക്കും അറിയാം, എൻ്റെ സഹപാഠിയായ ബിന്ദു ടീച്ചർ മുതലായ അന്നുണ്ടായിരുന്ന നിസാമുദ്ദീൻ സാർ, അവർക്കെല്ലാം അറിയാം. കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. ആ സ്ഥാപനത്തിനെ നല്ലൊരു അച്ചടക്കത്തിലേക്ക് നിലയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. വളരെ കടുത്ത ചില നടപടികൾ എടുക്കേണ്ടി വന്നു. തുടർച്ചയായ സമരങ്ങളും തുടർച്ചയായ അടിപിടികളും നടന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് ഒരുപാട് വിഷമം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. പക്ഷേ പലരുടെ പേരിലും നടപടി എടുക്കേണ്ടി വന്നു, ആക്ഷൻ എടുക്കുന്നു. അതൊന്നും അവരോടുള്ള ഉറപ്പിൻ്റെ പേരിലല്ല, ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഭൂരിപക്ഷം സ്റ്റുഡൻറ്റ് 99% കുട്ടികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് 1% കുട്ടിയുടെ മുകളിൽ ആക്ഷൻ എടുക്കേണ്ടി വരികയാണെങ്കിൽ അതാണ് നീതി. അല്ലാതെ കുട്ടികളെ എന്നാൽ അപ്പോഴും അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോഴും അവരുടെയൊക്കെ നന്മ, ഭാവി മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 5-6 വർഷത്തിന് ശേഷം ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഈ കോളേജിൻ്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഞാനും ഈ കോളേജിൻ്റെ മുഖച്ഛായ മാറ്റാണ്. അതായത് ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഒരു 3-4 വർഷം മുമ്പാണ് ഞാൻ ഇവിടുന്ന് വിട്ടത്. അന്ന് തന്നെ ഈ കോളേജിന് മിക്കവാറും ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ട്, കോഴ്സുകളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. എനിക്ക് സന്തോഷത്തോട് ഓർക്കാൻ കഴിയും, ഈ ഫീൽഡിൽ ഞാനിന്ന് 51 വർഷം, മോർ ദാൻ ഹാഫ് സെഞ്ച്വറി ഈ ഫീൽഡിൽ പ്രവർത്തിച്ച ആളാണ്. 53 വർഷം യഥാർത്ഥത്തിൽ ഞാൻ അധ്യാപകനായും പ്രിൻസിപ്പലായും ലെക്ചറായും പ്രൊഫസറായും ഒക്കെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായും ഒക്കെ സേവനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇൻഹറൻ്റ്ലി ആൾ സ്റ്റുഡൻസ് ആർ ഗുഡ്. എല്ലാ വിദ്യാർത്ഥികളും നല്ലവരാണ് ഇൻഹറൻ്റ്ലി. പക്ഷെ അവരുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ വന്നുപെടുന്ന സാഹചര്യത്തിൽ അവരെ മറക്കുന്നു. എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്? വാട്ട് ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്? ഹു ഈസ് മൈ ഫാദർ ആൻഡ് മദർ? ഹു ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്? വിച്ച് ഈസ് മൈ ഫാമിലി? ഈ ബോധങ്ങളൊക്കെ കണ്ട് കൈവിട്ടുകൊണ്ട് കോളേജിലേക്ക് വരുമ്പോൾ അവരെല്ലാം അത് മറന്നുകൊണ്ട് പുതിയ ഒരാളായി മാറുമ്പോഴാണ് കുഴപ്പം വരുന്നത്. എപ്പോഴും നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നൊരു ബോധം എൻ്റെ മനസ്സിലുണ്ടാകണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. എൻ്റെ പേരൻസ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് എന്നെ മാത്രമാണ് ബാധിക്കുന്നത്, അതോ എൻ്റെ പേരൻസിനെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിൻ്റെ ട്രഡീഷനെയാണ് ബാധിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇന്ന് ലോകം നിങ്ങൾക്കറിയാം വളരെ കലുഷിതമാണ്, ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നിനും പ്രാധാന്യം, എല്ലാറ്റിനും സ്വാർത്ഥതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, മതപരമായ അല്ലെങ്കിൽ വർഗീയത, അതുപോലെ തന്നെ ഒരുപാട് ക്രൂരതകൾ അല്ലേ. ഇന്ന് എപ്പോൾ നോക്കിയാലും പേപ്പർ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? സ്ത്രീ പീഡനങ്ങൾ അല്ലേ. സ്ത്രീ പീഡനം ഇല്ലാത്തൊരു ദിവസമുണ്ടോ? ഇന്നിപ്പോൾ അത് സിനിമാ രംഗത്തടക്കം നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ഇവിടെ വിദ്യാഭ്യാസം നേടാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് MCom, BCom അല്ലെങ്കിൽ BS ഒന്നും എടുത്ത് പോകുകയെന്ന് മാത്രമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം ദാറ്റ് ഷുഡ് ക്രിയേറ്റ് എ ഗുഡ് ഹാർട്ട് ഓൾസോ. You should have the quality of head and heart, not only the quality of head, but also the quality of head and heart. ആർട്ടിനും പ്രാധാന്യമില്ലാത്ത, മനുഷ്യത്വത്തിന് പ്രാധാന്യമില്ലാത്ത, ഹൃദയസ്പൃക്കല്ലാത്ത ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഈ ലോകത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വെദർ യു ആർ എ ഡോക്ടർ ഓർ എൻ എഞ്ചിനീയർ ഓർ എ സയൻറ്റിസ്റ്റ് ഓർ വട്ട് എവർ ഇറ്റ് മേ ബി, you cannot do anything for the society if your head is only working. നിങ്ങളുടെ തല മാത്രമാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സ്,
നിങ്ങളുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ യു ഷുഡ് ഹാവ് ദി ക്വാളിറ്റി ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട്. ഒരു ഡോക്ടറാണെങ്കിൽ അറിയാം, നമ്മൾ സാധാരണ പറയാനുള്ള ഡോക്ടറാണ്. ആ ഡോക്ടർ ഒരു ബുദ്ധിമുട്ടുള്ള രോഗിയെ ചികിത്സിക്കാൻ വരുമ്പോൾ എൻ്റെ കാർ അങ്ങോട്ട് പോവുമോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ലിഷർ ടൈമാണ്, എനിക്കിപ്പോൾ ആ രോഗിയെ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല എന്ന് ചിന്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി, അദ്ദേഹത്തിൻ്റെ ധാർമ്മികത അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദി പർപ്പസ് സെർവ്ഡ് ബൈ ഹാവിങ് എ ഗ്രേറ്റ് ഡിഗ്രി MD, MRCP? വാട്ട് ഈസ് ദി പർപ്പസ് സെർവ്ഡ് ബൈ ദാറ്റ് ഡിഗ്രീസ്? നോ പർപ്പസ് ഇഫ് ദാറ്റ് ഡിഡ് നോട്ട് ഡു എനിത്തിങ് ഗുഡ് ഫോർ ദി സൊസൈറ്റി. അപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നന്മയിലേക്ക് നയിക്കണം. മാതാപിതാക്കളെ മനസ്സിലാക്കാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസം നേടാൻ മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കൂടി വരുന്നത് എന്താണ്? വൃദ്ധസദനങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടി വരുന്ന വൃദ്ധസദനങ്ങളാണ്. എങ്ങനെ മാതാപിതാക്കൾ അവരെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു, അതേപോലെ നാം അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ അവരെ കൈപിടിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകണം. അവർ അന്ത്യകാലത്തിൽ നമ്മൾ അവരെ കൊണ്ടുപോകേണ്ടത് സമാധാനത്തിലും സന്തോഷത്തിലും കൊണ്ട് അവർ കൈപിടിച്ച് കൊണ്ടുപോകണം. അതിന് പകരം നമ്മളെ വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തി അവരെ മാറ്റി നിർത്തുന്നു, അവരെ വൃദ്ധസദനത്തിലാക്കിയിട്ട് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്തിനാണിത്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദീസ് എഡ്യൂക്കേഷൻ? നമ്മളെ മക്കളും അങ്ങനെ പോകും, നമ്മളിൽ തള്ളും. ആർക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ആർക്കും അതിൻ്റെ ഗുണഭാഗം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മളെ മാതാപിതാക്കളെ തള്ളുന്നു, നമ്മളെ മക്കൾ നമ്മളെ തള്ളുന്നു. പിന്നെ ആർക്കും അവിടെ ഗുണം? നേരെ മറിച്ച് നേരെ വിപരീതമായിട്ട് ചിന്തിച്ചു നോക്കൂ. നമ്മളെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു, നമ്മളെ മക്കൾ നമ്മളെ ശ്രദ്ധിക്കുന്നു, അവരുടെ മക്കൾ അവരെ ശ്രദ്ധിക്കും. ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ ബുദ്ധിമുട്ടുള്ള ഈ വിഷമം പിടിച്ച ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ നിലനിർത്തുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. കോളേജിൽ പലപ്പോഴും കുട്ടികൾ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നത് എന്താണ് കാരണം? എന്താ അവിടെ എന്തോ നടന്നിട്ടുണ്ടത്ര, എന്താണെന്ന് പോലും അറിയില്ല. കാരണം ഇന്ന് സമരമാണ്. എന്താ കാരണം? എന്തോ. അല്ലെങ്കിൽ മറ്റുള്ള സമരത്തിന് വിളിക്കുന്നു, പോകുന്നു. നോ, യു ഷുഡ് ഹാവ് യുവർ ഓൺ പേഴ്സണാലിറ്റി, യു ഷുഡ് ഹാവ് യുവർ ഓൺ ബാക്ക് ബോൺ ടു ടേക്ക് എ ഡിസിഷൻ. ഞാൻ അധികം സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇവിടെ കണ്ടുമുട്ടിയ ഈ കുട്ടികളോട് കുറേ 4-5 വർഷം എന്നെ സംസാരിക്കൽ തന്നെ ആയിരുന്നു പണി. 50-51 വർഷം സംസാരിക്കലും പ്രസംഗിക്കലും കുട്ടികളെ ഉപദേശിക്കലും തന്നെയാണ് പണി. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത്. റിമെമ്പർ ഹൂ യു ആർ. ഞാൻ ആരാണ് എന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടെടുക്കുക. ഞാൻ എവിടെ നിന്ന് വരുന്നു, എൻ്റെ ചുറ്റുപാട് എന്താണ്, എൻ്റെ ട്രഡീഷൻ എന്താണ്, അതൊന്നും വിട്ടുകളയരുത്. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ള ബോധം നിലനിർത്തുക. എല്ലാവരും സമന്മാരാണ്. സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുക. സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വെദർ ഇറ്റ് ഈസ് റെസ്പെക്ട് ടു ഗോഡ്, അല്ലേ? ദൈവത്തോട് നല്ല റെസ്പെക്റ്റിന് നമ്മൾ ആരാധന, ഭക്തി എന്ന് പറയും, അല്ലേ? മക്കളോടുള്ള സ്നേഹത്തിന് നമ്മൾ വാത്സല്യം എന്ന് പറയും, അല്ലേ? സ്പൗസ് തമ്മിലുള്ള പ്രശ്നത്തിന് നമ്മൾ പ്രേമം എന്ന് പറഞ്ഞു നിൽക്കും, അല്ലേ? ഇതെല്ലാം സ്നേഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. കരുണ, ദയ, ഇതെല്ലാം തന്നെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഗുരുഭൂതന്മാരിവിടെ വന്നു പോയിട്ടുള്ളത്, കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് സ്നേഹം കൈവിടരുത്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അറിയാം, നമുക്കറിയാം പല കോളേജിലും റാഗിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ടാണ് തടഞ്ഞിട്ടുള്ളത്. ഒരുപാട് നിയമ പ്രശ്നങ്ങൾ, ശിക്ഷകൾ, ജയിൽ ശിക്ഷകൾ ഒക്കെയാണ് ഇപ്പോൾ കിട്ടുക. പക്ഷേ അതിൻ്റെ പേരിലല്ല, സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങളത് ഇല്ലാതാക്കണം. നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾ റാഗ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എൻ്റെ സഹോദരനെ വേറൊരു കോളേജിൽ വേറെ കുട്ടികൾ റാഗ് ചെയ്താൽ എൻ്റെ ചിന്താഗതി, എൻ്റെ മനസ്സെങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ഒരാളെ റാഗ് ചെയ്യാൻ പോവില്ല. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് ഈ സ്ഥാപനത്തിന് നല്ലൊരു യശസ് ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം ഭാവിയിൽ നല്ല ജീവിതം പടുത്തുയർത്തണം, ഒരു തലമുറ പടുത്തുയർത്തണം. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ഇറ്റ്സ് എ റിവർ. മുന്നോട്ട് പോകുന്ന ഒരു ഫ്ലോ ആണത്. തലമുറകളായിട്ട് നിങ്ങൾക്കത് കൈമാറാൻ പറ്റണം. എന്നാൽ ഈ ലോകത്ത് സമാധാനം നിലവിൽ വരും, യാതൊരു സംശയമില്ല. വർഗീയത കൈവിടൂ, മറ്റുള്ള കുടില ചിന്താഗതി കൈവിടൂ, സ്വാർത്ഥത കൈവിടൂ. You can reach the heights of glory. I wish you all a very good success and happiness in your future life. Thank you very much.